ഈ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിംഗ് ഞങ്ങൾക്ക് പൊളിഞ്ഞു പോവില്ലേ? ഞങ്ങളൊക്കെ നിൽക്കുമോ രാജ്യത്ത്? മാർക്സിസം ലെനിനിസം, ഞാൻ മാർക്സിന്റെ പ്രതിമ കണ്ടു ഈയിടെ ലണ്ടനിൽ പോയപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾ വിദേശത്ത് പോയി പണം മുഴുവൻ മുടിക്കുകയല്ലേ ചെയ്തത് മുഖ്യമന്ത്രി? ഇല്ലേ, എനിക്കെതിരായിട്ട് വന്നിട്ടുണ്ട് പത്രത്തില്. നിങ്ങൾ വായിക്കുന്ന പത്രത്തിൽ രാവിലെ വായിക്കുന്ന ക്ലാസ്സിൽ വന്നിട്ടില്ലേ? ഇതിനിടെ എന്നോട് മനോരമക്കാരൻ ചോദ്യം, എന്റെ ഒരു സീരീസ് വരുന്നുണ്ട്, അത് കുറച്ച് ദിവസം കഴിയുമ്പോ വരുന്നുണ്ട്. അവരും ചോദിച്ചു, നിങ്ങൾ വിദേശത്തൊക്കെ യാത്ര ചെയ്തിട്ട്? ഞാനൊരു ചോദിച്ചു, വിദേശത്ത് പോകാതെ ആളാണോ ഇരിക്കുന്ന? അതുപോലെ അബുദാബി പോകാതെ ആളാണോ ഇരിക്കുന്ന? അബുദാബി പോകാതെ ആളാണോ ഉമ്മർ കോയ? അല്ല, നമ്മുടെ ഉമ്മൻചാണ്ടി, എം വി രാഘവൻ, കാർത്തികേയൻ? ഞാൻ ചോദിച്ചു, UDF-ൽ പോകാതെ ഒരൊറ്റ ആളുണ്ടോ? എല്ലാവരും പോയിട്ടുണ്ട്. പക്ഷെ അവര് പോയതും ഞാൻ പോയതും രണ്ടാണ്. ചിലര് പോയി കീശ അടച്ചിട്ടുണ്ടാവും, ചിലര് പോയിട്ട് വേറെയാക്കിയിട്ടുണ്ടാവും. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യവാദികൾ നിരോധിച്ചിരിക്കുകയാണ്. ആ നിരോധനം ലിഫ്റ്റ് ചെയ്തത് 42-ൽ. അന്ന് പുറത്തു വന്നു EMS-ഉം ഈ രാജ്യത്തിൽ കോൺഗ്രസ്. ഒന്നും കോൺഗ്രസ് വിട്ടത് 42-ലാണ്. ഗാന്ധിയായിട്ട് കത്തടപാടുകൾ, ജോഷി ഗാന്ധി ഡയലോഗ് നടന്നു. അങ്ങനെയാണ് കോൺഗ്രസ് നിന്ന് വിട്ടത്. ഈജിപ്ഷ്യൻ റവല്യൂഷൻ ഇതൊക്കെ വന്നിട്ടാണ് ഈ രാജഭരണം പോയത്. ഈ ഭരണത്തെ മറിച്ചിട്ട് ജനങ്ങൾ. തിരുവിതാംകൂർ രാജാവ് എങ്ങനെ പോയി? നിങ്ങളെല്ലാം കൊച്ചിക്കാരാണ് അല്ലേ? അല്ലടോ, പട്ടിക്കാട് കൊച്ചിയിലല്ലടോ. ഇത് പട്ടിയാണ്, അതല്ല, ഇത് പട്ടിക്കാട് എന്നതിന് പേര്. പട്ടിയുടെ കാടായി കേട്ടാ. ആ പട്ടിക്കാട് കൊച്ചിയിലായിരുന്നില്ലേ? കൊച്ചി രാജാവായിരുന്നില്ലേ? ഇക്കണ്ടവാലിൽ മന്ത്രിയായിരുന്നില്ല ഒരു കാലഘട്ടത്തില്. ആ കൊച്ചിയുടെ പോയടോ ഇപ്പൊ കൊച്ചിയില്ല, കൊച്ചി രാജാവില്ല. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് 100 കൊല്ലം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തുകയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോ നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു. ഏട്ടാ സഖാക്കളെ, നമ്മൾ വീണ്ടും വന്നു. ഇല്ലടാ, ഇവൻ എവിടെ പോയി? ഇന്ന് ഞാൻ എന്റെ സ്നേഹിതനായ ആന്റണിയെ കണ്ടു. ആന്റണി ജാഥ എപ്പോഴാണ് നയിക്കുന്നത്? 1-ാം തീയതി അവരുടെ ഒരു ജാഥ വരുന്നുണ്ട്. ഈ രാജ്യത്തിലെ വ്യവസ്ഥയെ നിലനിർത്താൻ, ഈ രാജ്യത്തെ ജമ്മിത്വത്തെ നിലനിർത്താൻ, ഈ രാജ്യത്തെ ക്രൂരമായ കൊള്ളയെയും അക്രമത്തെ നിലനിർത്താൻ ഒരു കോൺഗ്രസ് ജാഥ വരുന്നുണ്ട് കേട്ടാ. അതിന്റെ പിന്നാലെ നമ്മളും വരും കേട്ടാ. അപ്പോ നിങ്ങളത് ആലോചിക്കണം, നമ്മൾ എന്തിനു വേണ്ടിയാ സമരം ചെയ്യുന്നു? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ജാഥയ്ക്ക് വേണ്ടി മാത്രമല്ല. അതുപോലെ തന്നെ നമ്മുടെ കർഷക പ്രസ്ഥാനം ഉയർത്തെഴുന്നേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സംഘടിപ്പിച്ചത് 5 പേരടങ്ങിയ സംഘമാണ്. ഇന്ന് ഈ മഹാലക്ഷക്കണക്കിൽ ജനങ്ങൾ എങ്ങനെ അണിനിരന്നു? 1937-ൽ കോഴിക്കോട്ട് കല്ലായി തെരുവിലെ മാളികയുടെ മുകളിൽ വെച്ചാണ് EMS-ഉം അതുപോലെ തന്നെ K. ദാമോദരനും കൃഷ്ണപിള്ളയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സഖാക്കൾ അടങ്ങിയ ഒരു കമ്മിറ്റി സംഘടിപ്പിച്ചു. ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ. എന്തുകൊണ്ട്? കമ്മ്യൂണിസം ഒരു ശാസ്ത്രമാണ്. ലോകത്തിൽ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. അതൊരു സയൻസാണ്, ശാസ്ത്രം. എന്താ സയൻസ്? ഈ രാജ്യത്ത് എന്നും ശാശ്വതമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥയില്ല. ആ വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗവും കൃഷിക്കാരും അധ്വാനിക്കുന്നവരും പോരാടി മുമ്പോട്ടേക്ക് വരികയും അവന് ചൂഷണരഹിതമായൊരു വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലേക്കും അവൻ അധ്വാനിച്ചാൽ അവൻ അവകാശം നേടിയെടുക്കുന്നതിലേക്കും മുന്നോട്ട് തന്നെ മാർച്ച് ചെയ്യും. ഈ ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ വളർന്നത്, അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത്. ഇനി പിന്നോക്കം പോക്കില്ല. ആന്റണി പറഞ്ഞ പോലെ ആന്റണി പിന്നോക്കം പോകും, നമ്മൾ മുമ്പോട്ട് പോകും. അപ്പൊ ആ നിലയ്ക്ക് എന്തുകൊണ്ട് ഈ സയൻസ്, ഈ കമ്മ്യൂണിസ്റ്റ് സയൻസ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഈ സയൻസ് ഇനിയും വളർന്നു വരും. എന്തിനു വേണ്ടി? ഞാൻ ചോദിക്കട്ടെ, 1957 സഖാവ് EMS മുഖ്യമന്ത്രിയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ മുഖ്യമന്ത്രിയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? ഒരു കാലം ഞാൻ കരുതിയിട്ടില്ല, ഞാനും കരുതിയിട്ടില്ല. EMS ആവുന്നും കരുതിയിട്ടില്ല. എങ്ങനെ വന്നു? ഇതാണ് ഈ രാജ്യത്തിലെ മാറ്റത്തിന്റെ ചരിത്രം. ഈ ചരിത്രത്തെ ആർക്കും നിഷേധിക്കാനാവില്ല, ഈ ചരിത്രത്തെ ഒടുക്കാനുമാവില്ല. ഇത് മുമ്പോട്ട് പോകും.
രാജാവില്ലാത്തൊരു ഭരണകൂടം. 957 ഏപ്രിൽ മാസം 5-ാം തീയതി EMS അധികാരത്തിൽ വന്നു. നമ്മൾ പ്രതീക്ഷിച്ചിനോ? അന്ന് ഞാൻ കോഴിക്കോട് ജില്ലാ പാർട്ടി സെക്രട്ടറിയാണ്. ജില്ലാ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ കോഴിക്കോട്. 60 അന്ന് മുതൽ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ തുടങ്ങിയത്. ഇന്നുള്ള പലർക്കും ആശ്ചര്യം തോന്നുമായിരിക്കും. പലരും പല വഴിക്കായി. നമ്മൾ 60 കൊല്ലം ഈ പണി തുടങ്ങിയിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവര് അങ്ങനെയാണ്. ഇപ്പൊ എല്ലാം ജാതി മതമാണ് ഇപ്പൊ അല്ലേ. കരുണാകരനും ഞാനും തമ്മിൽ ഒരേ നാട്ടുകാരാണ്. ഒന്ന് അതിൽ അസൂയുള്ള ആളുടെ ഇരിപ്പുണ്ട്. 25, 30, 40 കൊല്ലത്തെ പരിചയമുണ്ട്. സ്നേഹപൂർവ്വമാണ്. എന്നാൽ രാഷ്ട്രീയ ശത്രുക്കളുമാണ്. വൈദ്യം ഷാപ്പി ഞാൻ മാർക്സിസ്റ്റാണ്, അയാളെ കോൺഗ്രസ്. അതിലെന്താ അഭിപ്രായ വ്യത്യാസം? പിന്നെ ഇവിടെ നമ്മുടെ MLA പറഞ്ഞു അതിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്ന ഈ നാരായണൻ കുട്ടിയായ കാലത്തിലെ നമ്മൾ കോളേജ് പോകണമെന്നോ? വയസ്സെത്രയാണോ? 40 ആയിട്ടുള്ളൂ. 57 കോളേജ് വന്ന എനിക്ക് 40-50 എത്ര വയസ്സുണ്ട്? എനിക്കിതിനെ പറ്റുമല്ലേ വരും. 40 വയസ്സേ ആയിട്ടുള്ളൂ. 57 EMS വന്നപ്പോഴല്ലേ ആദ്യത്തെ കോളേജ് വന്നത്, ആർട്സ് കോളേജ്. അപ്പൊ താൻ എവിടെയായിരുന്നത്? അമ്മേന്റെ മടി. പിന്നെ രണ്ടാമത് ഞാൻ വന്നപ്പോഴല്ലേ മഞ്ചേശ്വരത്തെ കോളേജ് വന്നു, രണ്ടാമത്തെ കോളേജായി. മൂന്നാമത് ഞാൻ വന്നപ്പോഴല്ലേ എളേരി കോളേജായിരുന്നു. എത്രയാണോ? വേറെ ഒരു ബുദ്ധി കൊണ്ടുവന്നില്ല. പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞ കൊല്ലം നമ്മുടെ ബിഷപ്പ് എവിടെയാ, അത് മാത്രമേ ഉള്ളൂ. മറ്റൂടെ കോളേജില്ല. നമ്മളെ ഉള്ള കൊണ്ടുവന്നത് ആകെ 4 ഉണ്ട്. ഒന്ന് നമ്മള് പോയി മഞ്ചേശ്വരം, മറ്റൊന്ന് ആർട്സ് കോളേജ് കാസർഗോഡ് ടൗണില്, മറ്റൊന്ന് എളേരി. നമ്മൾ കഴിഞ്ഞ തവണ മന്ത്രിയായപ്പോ ഞാൻ അല്ലേ കാണാൻ കോളേജ് വരുള്ളൂ. ആ കാറ്റിൽ ആ കുന്നിന്റെ മുകളിൽ ആരും കോളേജ് കൊണ്ടിരുന്നു. എനിക്ക് ഐക്യാതീതോടല്ലേ കൊണ്ടതിനെ. ഇതൊക്കെ പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഈ കാസർഗോഡ് ജില്ലയിൽ വന്ന ഹൈസ്കൂളുകാരെ കണക്കറിയോ? ഒരു ഹൈസ്കൂളിലൂടെ വന്നത് പാലം. ഞാൻ വീണൊരു വാഴ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ? അത് എന്റെ കാലത്ത് തുടങ്ങാന്ന് പറഞ്ഞ അവസാനം അത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രം ബാക്കി വെച്ച് പൂർത്തിയാക്കിയിട്ടല്ലേ TKMC പിരിഞ്ഞ് നമ്മൾ രാജ്യത്ത് പിരിഞ്ഞ് കുന്നിന്റെ പാലം. ഞാൻ വീണ പാലല്ലേ? അന്ന് പാലമില്ല. വീഴുമ്പോ ഞാൻ വീണിട്ട് ആ പാലം പിരിഞ്ഞു. ഇതൊക്കെ പഠിച്ചിട്ട് വേണോ പറയാൻ? ഇതാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ പറയുമ്പോൾ കുറച്ച് ആലോചിച്ച് പറഞ്ഞില്ലേ ഘട്ടത്തിലാണ്. ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ഇരിക്കുന്നത്. ഈ കാസർഗോഡിൽ മാത്രമല്ല, നമുക്ക് കോളേജ് വിദ്യാഭ്യാസത്തിൽ പരിഷ്കരണം വേണം. അതിപ്പോൾ ജോസഫ് ഞങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ണു ഉപയോഗപ്പെടുത്തത്തക്ക വിധത്തിൽ നമുക്ക് മാറ്റി